ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താന്ന് കണ്ടില്ലേ? എന്താന്ന് മനസ്സിലായ? കടച്ചക്ക സീസൺ ആകുമ്പോൾ കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ. അത് എത്ര കിട്ടിയാലും ഈ ഒരു സീസണിൽ മതിയാവില്ല, കാരണം അത് പലതരത്തിൽ വെക്കാമല്ലോ. പക്ഷെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കടച്ചക്കയും ചെമ്മീനും കൂടെ തോരൻ വെക്കാൻ പോകണേട്ടാ. അതിനായിട്ട് അടുപ്പത്ത് നല്ലൊരു ചീനച്ചട്ടി, അടിഭാഗം കട്ടിയുള്ള നല്ലൊരു ചീനച്ചട്ടി വെക്കുക. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത് മൂന്നും കൂടി ചേർത്തനായിട്ട് വഴറ്റുക. അതൊന്ന് പതുക്കെ വഴണ്ടി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു 2 പച്ചമുളക് കീറി ഇടാം. അത് കഴിഞ്ഞ് അതൊന്ന് വഴണ്ടി ഒരു 2 മിനിറ്റ് അത് വഴറ്റി വരുമ്പോൾ തന്നെ തക്കാളി കട്ട് ചെയ്തത് അതിനകത്തോട്ട് ഇടാം. തക്കാളിയും ഒരു 5 മിനിറ്റ് ഇങ്ങനെ 5 മിനിറ്റ് അല്ല, ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് മെയിൻ ആയിട്ടുള്ള ഒരാളാണ് വറ്റൽമുളക്. ഞാനിതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ. വറ്റൽമുളക് ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ പോരാത്തിന് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അതൊന്ന് വഴണ്ടി വരുമ്പോഴാണ് നമ്മുടെ നല്ലൊരു മണം വരും. നല്ല ഈ ഉണക്കമുളകും തക്കാളിയും എല്ലാം കൂടി മിക്സായിട്ട് ഒരു സവാളയും ഇഞ്ചിയും എല്ലാത്തിൻ്റെയും കൂടി ഒരു സ്മെല്ല് വരും. ആ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അത് കഴിഞ്ഞ് അതൊന്ന് വഴണ്ടിയതിന് ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾ വരെയാണ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത്. ചെമ്മീൻ അതിനകത്തോട്ട് ഇട്ടിട്ട് അതും ഒന്നിങ്ങനെ വഴറ്റാം. ഒരു 2-3 മിനിറ്റ് നമ്മൾ ശരിക്കും നിന്ന് വഴറ്റ് തന്നെ വേണം, കാരണം അതിന് എല്ലായിടത്തേക്കും അതിൻ്റെ മസാലകളൊക്കെ ഇങ്ങനെ ചേർന്ന് വരണം. അങ്ങനെ ഒത്തിരി നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ കടച്ചക്ക നന്നാക്കി ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ച കടച്ചക്ക അതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ കടച്ചക്ക ചേർത്ത് വീണ്ടും ഇളക്കണം കേട്ടോ. കടച്ചക്ക നമ്മൾ ചേർക്കാൻ പോവാണ്. കടച്ചക്ക ചേർത്തിട്ട് ചെറുതായിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, വെള്ളം നമുക്ക് ഇതിനകത്ത് എന്തായാലും ഒഴിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ചെമ്മീനും ഈ മസാലകളും ഈ കടച്ചക്കനും ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കണം. അങ്ങനെ കുറച്ച് നേരം നമ്മളത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പ് ജസ്റ്റ് ഞാൻ ആദ്യം സവാള വാട്ടിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. പക്ഷേ ഇതിനകത്തോട്ട് പോരാത്തൊരു ഇത് വരും. പക്ഷേ അതിപ്പോൾ നോക്കണ്ട, ഒന്ന് വെന്ത് വരുമ്പോൾ നോക്കിയാലേ മനസ്സിലാവുള്ളൂ, കാരണം കടച്ചക്കര ഉള്ളിലോട്ട് കയറുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നല്ല വീട്ടിലുണ്ടായ കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ട് അതൊന്ന് 2 കപ്പ് വെള്ളം ഒഴിച്ചിനായിട്ട്, ചെറിയ ചൂടുവെള്ളം ഉണ്ടാണ് ഞാൻ എടുത്തത്, പച്ചവെള്ളം വേണമെങ്കിലും എടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. ചെമ്മീനും കടച്ചക്കയും കൂടി വെന്ത് ഇങ്ങനെ വരുന്ന ഒരു സ്മെല്ല് വരും. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര ടൈം എടുക്കണ്ട. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഒരു കറിയാണ്. നമ്മൾ വിചാരിക്കും ചെമ്മീൻ വെന്തിട്ടില്ല, പക്ഷേ ചെമ്മീൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് ചെമ്മീനും ചക്കയും ഒരുപോലെ വെന്തുട്ടാ. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ്. ആദ്യം ഞാൻ വിചാരിച്ചു എരിവ് കുറച്ച് പോരാകുന്നത്, പക്ഷേ അല്ല കേട്ടോ, നല്ല എരിവായിട്ട് കിട്ടിയിട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വീട്ടിൽ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.